നമസ്കാരം. മദ്രസകളിലെ പീഡനം ഒരു സാധാരണ വാർത്തയായി മാറിയിരിക്കുന്നു ഇക്കാലത്ത്. പക്ഷേ അസാമിൽ ഗുവാഹത്തിയിൽ നടന്നൊരു പീഡനത്തിൻ്റെ വാർത്തകൾ ഒരല്പം ഗുരുതര സ്വഭാവമുള്ളതാണ്. അത് എല്ലാ പീഡനങ്ങളും ഗുരുതര സ്വഭാവമുള്ളതാണ്, അല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഈ പീഡനത്തിൽ പോക്സോ കേസ് ചുമത്തിയാണ് അവിടുത്തെ അമീനുൽ ഇസ്ലാം എന്ന മദ്രസാധ്യാപകനെ അസാം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ ചില ഗുരുതരമായ പരിസ്ഥിതിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഈ പീഡനം അത് പറഞ്ഞല്ലോ, അതിനെ നിസ്സാരമായി നാം കാണുവാൻ പാടില്ല, അത് ശരിയല്ല. എന്നിരുന്നാൽ പോലും അതിനോട് അനുബന്ധമായി പുറത്തു വരുന്ന വാർത്ത കുറച്ചുകൂടി ഗൗരവമുള്ളതായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനേക്കാൾ ഗുരുതരമായൊരവസ്ഥയിലേക്കാണ് സാഹചര്യങ്ങൾ വിരൽ ചൂണ്ടുന്നതെന്ന്. ഈ പീഡനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏതാണ്ട് 149 വിദ്യാർത്ഥിനികൾ താമസിച്ച് പഠിച്ചിരുന്നൊരു മദ്രസയാണ് ഇപ്പോൾ പോലീസ് അവിടെ റെയ്ഡ് ചെയ്തിരിക്കുന്നത്. അത് ഈ ആസാമിലെ ബോംഗൈഗാവ് എന്ന ജില്ലയിലാണ് ഈ മദ്രസ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ബുധനാഴ്ച ജില്ലാ ഭരണകൂടം ഈ സംഭവം പുറത്തു വന്നതിനെ തുടർന്ന് മദ്രസ പൂട്ടി സീൽ ചെയ്തിരുന്നു. പക്ഷേ മദ്രസ പൂട്ടി സീൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായി നിരവധി അന്വേഷണങ്ങൾ നടത്തി. അതേ തുടർന്ന് നിരവധി പീഡനങ്ങളുടെ, അതും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഇത്തരത്തിൽ അധ്യാപകന്മാർ പീഡിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയും തുടർന്ന് ഈ മദ്രസയുടെ ട്രസ്റ്റിമാരെ 2 പേരെ ചോദ്യം ചെയ്യുവാനായി വിളിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണിപ്പോൾ പീഡന സംബന്ധമായിട്ടുള്ള അന്വേഷണത്തിലെ പുരോഗതി. അതിനുമപ്പുറത്തേക്ക് മദ്രസ പോലീസ് പരിശോധിക്കുന്നതിൻ്റെ ഇടയിൽ ഭീകരവാദികളുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ലഘുലേഖകളും ഗ്രന്ഥങ്ങളും ആ മദ്രസയിൽ നിന്ന് കണ്ടെടുക്കുകയുണ്ടായി. അതേ തുടർന്നാണ്, അതാണ് ഞാൻ പറഞ്ഞത്, ഗൗരവതരമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ മാറുന്നത് അവിടെ മുതലാണ്. ഒരു ഭീകരവാദ ബന്ധം ഈ മദ്രസയ്ക്കും ട്രസ്റ്റിനും ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. ഒരുപക്ഷെ പ്രാദേശികമായിട്ടുള്ള അന്വേഷണത്തിൽ നിന്ന് മാറി ATS പോലുള്ള പ്രത്യേക സേനകളോ അല്ലെങ്കിൽ ഒരുപക്ഷെ CBIയോ NIAയോ തന്നെ ഈ ഒരു വിഷയത്തിലേക്ക് വന്നേക്കാം, ഈ ഒരു അന്വേഷണത്തിലേക്ക് കടന്നു വന്നേക്കാം എന്നുള്ള സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അത്തരത്തിലുള്ള ഒരു അന്വേഷണം ഇപ്പോൾ നടക്കുവാനുള്ളൊരു കാരണം, പ്രത്യേകിച്ച് ഈ മദ്രസകൾ കേന്ദ്രീകരിച്ച് അസാം, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കാലങ്ങളായി ഭീകരവാദ പ്രവർത്തനങ്ങൾ, അതിൻ്റെ പരിശീലനങ്ങൾ, അത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് യുവാക്കളെയും കൗമാരക്കാരെയും ആകർഷിക്കുവാനുള്ള പാഠ്യപദ്ധതികൾ തയ്യാറാക്കിയുള്ള പഠിപ്പിക്കലുകൾ ഇതെല്ലാം നടക്കുന്നുണ്ട് എന്നുള്ള ആരോപണങ്ങൾ കാലാകാലങ്ങളായി നിലനിന്നിരുന്നു. അസാമിൽ ഹിമന്ത് ബിസ്വ ശർമ്മ അധികാരത്തിലെത്തിയത് മുതൽ ഇത്തരത്തിലുള്ള മദ്രസകൾക്ക് നേരെയുള്ള അന്വേഷണങ്ങൾ ശക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ അവയുടെ എണ്ണം അസാമിൽ ചുരുങ്ങി വരികയാണ്. പശ്ചിമ ബംഗാളിൽ ഇപ്പോഴാണ് സുവേന്ദു അധികാരത്തിലെത്തിയത്. മമതാ ബാനർജിയുടെ കീഴിൽ എത്രത്തോളം മദ്രസകൾ അവിടെ ഉണ്ടായിരുന്നു? പുറത്തു വരുന്ന കണക്കുകളനുസരിച്ച് അനധികൃതമായി പ്രവർത്തിക്കുന്ന ഏതാണ്ട് 50,000-ന് മുകളിൽ മദ്രസകൾ അസാം, പശ്ചിമ ബംഗാൾ അതിർത്തി പ്രദേശങ്ങളിൽ മാത്രമുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഈ മദ്രസകളെന്ന് പറയുമ്പോൾ പ്രേക്ഷകർ ഒരു കാര്യം കൃത്യമായിട്ട് ഓർക്കുക, ഈ 149 കുട്ടികൾ താമസിച്ച് പഠിക്കുന്ന മദ്രസ എന്ന് പറയുന്നത് ഒരു മധ്യവർത്തി തലത്തിലുള്ള മദ്രസയാണ്. അതിനും മുകളിൽ ആയിരക്കണക്കിന് കുട്ടികൾ താമസിച്ച് പഠിക്കുന്ന നിരവധി മദ്രസകളുണ്ട്. അവയിൽ തന്നെ അനധികൃതമായി സർക്കാരിൻ്റെ അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്നവ നിരവധിയുണ്ട്. ഇത്തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ആസാമിലും മമതാ ബാനർജിയുടെ കീഴിലുള്ള പശ്ചിമ ബംഗാളിലും. പക്ഷേ അസമിൽ ഹിമന്ത് ബിശ്വ ശർമ്മ അധികാരത്തിലെത്തിയ നാൾ മുതൽ അദ്ദേഹം നിരവധി ഇത്തരം മദ്രസകൾ പൂട്ടി സീൽ ചെയ്യിപ്പിച്ചു, അവയുടെ അംഗീകാരം റദ്ദ് ചെയ്യിപ്പിച്ചു, സർക്കാരിൽ നിന്ന് വാരിക്കോരി അവർക്ക് കൊടുത്തിരുന്ന ധനസഹായം പൂർണ്ണമായും നിർത്തിവെച്ചു. മദ്രസകളിൽ പഠിപ്പിക്കുന്ന പാഠ്യഭാഗങ്ങൾ കൃത്യമായി സർക്കാർ നിർദ്ദേശിക്കുന്ന പാഠ്യഭാഗങ്ങളായിരിക്കണം, അതിനപ്പുറത്തേക്കുള്ള യാതൊരു പാഠ്യപദ്ധതികളും മദ്രസയിൽ പാടില്ല, ഒരു മദ്രസകളിലും പാടില്ല എന്നുള്ള നിയമം കർശനമാക്കി കൊണ്ടുവന്നു. പശ്ചിമ ബംഗാളും ഇപ്പോൾ അതേ പാതയിൽ തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. പക്ഷേ ഈ മുൻപുള്ള ഭീകരവാദ സങ്കേതങ്ങളുണ്ടല്ലോ, പഠന കേന്ദ്രങ്ങൾ, അത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. കണ്ടുപിടിക്കപ്പെട്ട് അതിൻ്റെ പ്രധാന പ്രവർത്തകരോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ട്രസ്റ്റികളോ ഒക്കെ അറസ്റ്റിലാകുന്നത് വരെ അവ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. അത്തരത്തിലൊരു മദ്രസയാണ് ഇപ്പോൾ ഗുവാഹത്തിയിൽ സീൽ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അമീനുൽ ഇസ്ലാം അവിടുത്തെ ഒരു അധ്യാപകൻ മാത്രമാണ്. ഇനി അധ്യാപകൻ എന്നുള്ളതിനും അപ്പുറത്തേക്ക് ഈ പാഠ്യപദ്ധതികൾ മദ്രസയിലെ ഇസ്ലാം എന്ന മതം മാത്രമാണോ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഭീകരവാദ പ്രവർത്തനങ്ങളിലും ഇയാൾ പാഠം നടത്തിയിരുന്നു എന്നുള്ളത് ഇനി പുറത്തു വരുവാനുള്ള വിവരങ്ങളാണ്. ഇയാൾക്ക് പിന്നിലുള്ള ഈ ട്രസ്റ്റികൾക്ക് അപ്പുറത്തേക്ക്, അതിർത്തിക്ക് അപ്പുറം നിന്ന് വന്നിട്ടുള്ള ഏതെങ്കിലും സ്പോൺസർമാരോ അല്ലെങ്കിൽ
അന്നദാതാക്കളോ ഉണ്ടായിരുന്നോ എന്നുള്ളതെല്ലാം ഇനി പുറത്തു വരേണ്ട കാര്യങ്ങളാണ്, അന്വേഷണത്തിൽ വെളിവാവേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഭീകരവാദ പരിശീലനങ്ങൾ ഒരു കാര്യം നമ്മളോട് വ്യക്തമാകുന്നുണ്ട്. ഈ ചില പ്രത്യേക വിഭാഗങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ എപ്പോഴും സംശയത്തിൻ്റെ കണ്ണിലേ കാണുവാൻ സാധിക്കുകയുള്ളൂ. അൽഫല യൂണിവേഴ്സിറ്റി, അതുമായി ബന്ധപ്പെട്ട് ഡൽഹി സ്ഫോടനത്തിൽ, റെഡ് ഫോർട്ടിലുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അൽഫല യൂണിവേഴ്സിറ്റിയിലെ ഒരുവിധപ്പെട്ട എല്ലാ പ്രൊഫസർമാരും ഏതാണ്ട് ഭീകരവാദികളാണെന്നുള്ള തരത്തിലുള്ള വിവരങ്ങളാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭീകരവാദികളെ ഒന്നെങ്കിൽ സഹായിക്കുകയോ അല്ലെങ്കിൽ ആശയപരമായിട്ടോ സാമ്പത്തികമായിട്ടോ ഉള്ള പിന്തുണ നൽകുകയോ അവർക്ക് ഒളിച്ചു താമസിക്കുവാനുള്ള പിന്തുണ നൽകുകയോ, എന്തിന് ബോംബ് പോലുള്ള സ്ഫോടക വസ്തുക്കൾ അവരുടെ ലബോറട്ടറിയിൽ വെച്ച് നിർമ്മിക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകുകയോ ഒക്കെ ചെയ്ത അധ്യാപകന്മാരെ അൽഫല സർവകലാശാലയിൽ നാം കണ്ടതാണ്. അപ്പോൾ ഒരു സർവകലാശാല, അത്യാവശ്യം പേരും പ്രശസ്തിയും ഒക്കെയുള്ളൊരു സർവകലാശാലയിൽ ഇത്തരം പ്രവർത്തികൾ നടക്കുമെങ്കിൽ കേൾവിയും കേൾപ്പോരുമില്ലാതെ നടക്കുന്ന ഇത്തരം മദ്രസകളിൽ എന്തെല്ലാം നടക്കാം, അതും പ്രത്യേകിച്ച് അതിർത്തി പ്രദേശങ്ങളിലുള്ള ഒരു മദ്രസകൾ. ആ രീതിയിലേക്കാണ് അന്വേഷണ സംഘം ഇപ്പോൾ കാര്യങ്ങൾ അന്വേഷിച്ച് മുന്നോട്ട് പോകുന്നത്. കാരണം ഇത്തരത്തിലുള്ള ലഘുലേഖകൾ കിട്ടുക എന്ന് പറയുന്നത് ചില കോടതികൾ തന്നെ ചോദിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ലഘുലേഖ കയ്യിൽ വെച്ചു എന്നുള്ളത് ഭീകരവാദത്തിൻ്റെ തെളിവാവില്ലല്ലോ എന്നുള്ളത്. തെളിവാകില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ലഘുലേഖകൾ ഒരു പേപ്പർ, വഴിയിൽ നിന്ന് കിട്ടിയൊരു പേപ്പർ കൗതുകത്തിൻ്റെ പേരിൽ എടുത്തുകൊണ്ട് വന്ന അല്ലെങ്കിൽ ഒരു കടലാസ് സൂക്ഷിച്ചു വയ്ക്കുന്നു എന്ന് പറയുന്നത് കുറ്റകരമല്ല. പക്ഷേ ഒരു കെട്ട് അവിടെ വിതരണം ചെയ്യാനെന്നുള്ള രീതിയിൽ വൃത്തിയായി അടുക്കി കെട്ടി വെച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ഗൂഢോദ്ദേശമുണ്ടെന്ന് തന്നെ വേണം സംശയിക്കാൻ. അങ്ങനെ മാത്രമേ പോലീസ് സംഘത്തിന് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. നിയമത്തിൻ്റെ മുൻപിൽ ഇത് തെളിയിക്കുമ്പോൾ അല്ലെങ്കിൽ തെളിയിക്കേണ്ട സാഹചര്യം വരുമ്പോൾ ഈ കടലാസ് കെട്ടുകൾ മാത്രം ഒരു തെളിവായതുകൊണ്ട് ഇതിൻ്റെ പിന്നിലുള്ളവരെ കണ്ടുപിടിക്കുവാനോ അല്ലെങ്കിൽ ഇവരാണ് അതിൻ്റെ കുറ്റക്കാരെന്ന് നിശ്ചയിക്കുവാനോ നിയമത്തിന് സാധിക്കില്ല. അതൊരു വസ്തുതയാണ്. പക്ഷേ അന്വേഷണ സംഘത്തിന് എവിടെയെങ്കിലും തുടങ്ങണമല്ലോ. ആ തുടക്കം ഈ കടലാസുകളിൽ നിന്നാണ്. ആ കടലാസുകൾ അന്വേഷണ സംഘത്തോട് പറയുന്നതായി അവരിപ്പോൾ അധികം വിവരങ്ങളൊന്നും വെളിപ്പെടുത്തിയില്ലെങ്കിലും പുറത്തു വരുന്ന വിവരങ്ങൾ ഇതൊരു വലിയ ഭീകരവാദ ശൃംഖലയുടെ ഒരു കണ്ണിയാകാം, ഒരു ചെറിയ കണ്ണിയാകാം. ഈ കണ്ണിയുമായി ബന്ധപ്പെട്ട് പല കണ്ണികൾ അസാമിലും പശ്ചിമ ബംഗാളിലുമോ ഒക്കെ വ്യാപിച്ച് കിടക്കുന്നുണ്ടാകാം. അവയെ കണ്ടുപിടിക്കുവാൻ ഈ അന്വേഷണം സഹായകരമാകുമെന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. അതിനുമപ്പുറത്തേക്ക് ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും, പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശ് വഴി അസാമിലും പശ്ചിമ ബംഗാളിലും നുഴഞ്ഞു കയറി ഭാരതത്തിൻ്റെ പല ഭാഗത്തേക്കായി പോയി തങ്ങളുടെ അവസരം കാത്ത് തങ്ങളുടെ ആക്കാമാർ, ഉടമസ്ഥന്മാർ അല്ലെങ്കിൽ ഹാൻഡ്ലർമാരുടെ നിർദ്ദേശങ്ങൾ വരുന്നതും കാത്ത് സ്ലീപ്പർ സെല്ലുകളായി കഴിയുന്ന നിരവധി ആളുകളെ കണ്ടുപിടിക്കുവാൻ അത്തരത്തിലുള്ള ഒരു ശൃംഖല എങ്ങോട്ടൊക്കെയാണ് നീളുന്നത്, ഭാരതത്തിൻ്റെ ഏതൊക്കെ സംസ്ഥാനങ്ങളിലേക്ക് ചെന്ന് മുട്ടി നിൽക്കുന്നു എന്നതൊക്കെ കണ്ടുപിടിക്കുവാൻ ഇതൊരു തുടക്കമാകുമെന്നാണ്, ഈ ഗുവാഹത്തിയിലെ മദ്രസ ഒരു തുടക്കമാകുമെന്നാണ് പ്രാദേശിക നിയമപാലകർ വിശ്വസിക്കുന്നത്. കാരണം വളരെ കാര്യക്ഷമമായ അന്വേഷണം തന്നെയാണ് ഇക്കാര്യത്തിൽ നടത്തുന്നത്. സംസ്ഥാന സർക്കാർ വലിയ താല്പര്യം ഈ വിഷയത്തിൽ എടുത്തിട്ടുണ്ട്. പീഡന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ കർശനമായ നിയമ നടപടികൾ കൈക്കൊള്ളുക എന്നുള്ളത് ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഒരു പ്രഖ്യാപിത നയമാണ്. അതിനുമപ്പുറത്തേക്ക് ഭീകരവാദത്തോട് യാതൊരു സമവായവുമില്ല, ഒരു ദാക്ഷിണ്യവും കാണിക്കില്ല എന്നുള്ളൊരു നയവും അദ്ദേഹം പിന്തുടരാറുണ്ട്. BJPയുടെ നയവും അതുതന്നെയാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാർ ഭീകരവാദത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, അതിനോടുള്ള മനോഭാവം എങ്ങനെയാണ് പരസ്യമായി പ്രഖ്യാപിച്ചിട്ട് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതൊന്ന് പുറകോട്ട് തിരിഞ്ഞൊന്ന് ഓടിച്ച് നോക്കിയാൽ നമുക്ക് വ്യക്തമാകും, പ്രേക്ഷകർക്കും വ്യക്തമാകും. അത്തരത്തിലുള്ള നടപടികളുമായി ഇത് മുന്നോട്ട് പോകുമ്പോൾ വലിയൊരു ഭീകരവാദ ശൃംഖലയുടെ ഇപ്പോൾ അദൃശ്യമായി കിടക്കുന്ന കണ്ണികൾ ഒരുപക്ഷെ വെളിവായി വന്നേക്കാം. ഒരുപക്ഷെ എന്നല്ല, വലിയ സാധ്യതകൾ കേരളത്തിലും ആ കണ്ണികളുടെ ബന്ധം വന്ന് നിൽക്കുന്നതായി ചിലപ്പോൾ വെളിപ്പെട്ടേക്കാം. അങ്ങനെ ഞാൻ പറയുന്നതിൻ്റെ കാരണം ചുമ്മാ അങ്ങ് പറഞ്ഞിട്ട് പോകുന്നതല്ല, വെറുതെ അങ്ങ് പറഞ്ഞു പോകുന്നതല്ല. പശ്ചിമ ബംഗാൾ വഴി ബംഗ്ലാദേശിൽ നിന്ന് ഭാരതത്തിലേക്ക് നുഴഞ്ഞു കയറിയ അനധികൃത കുടിയേറ്റക്കാരിൽ നല്ലൊരു ശതമാനം കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയുവാൻ കഴിയുന്ന വിവരങ്ങൾ. ആ വിവരങ്ങൾ എങ്ങനെ കിട്ടി എന്നുള്ളത് പ്രാദേശികമായിട്ടുള്ള സ്രോതസ്സുകളുണ്ട്, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതിൻ്റെ തെളിവുകൾ എന്താണ് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞൊരു 3-4 മാസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ നിന്ന് പിടികൂടപ്പെട്ട അനധികൃത കുടിയേറ്റക്കാരായ ബംഗ്ലാദേശികളുടെ എണ്ണം മാത്രമൊന്ന് പ്രേക്ഷകർ കണക്കുകൂട്ടി നോക്കിയാൽ മതി. വെറുതെ പെട്ടെന്ന് ഓർമ്മ വരുന്ന വിഷയങ്ങൾ. തത്വമയി ന്യൂസ് തന്നെ അതിൻ്റെ കൊല്ലം, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ATS നടത്തിയ വ്യാപകമായ റെയ്ഡുകളും അതിനെ തുടർന്ന് പിടികൂടപ്പെട്ട അനധികൃതമായി ഇവിടെ താമസിക്കുന്ന ബംഗ്ലാദേശികളുടെ വിവരങ്ങളും തത്വമയി ന്യൂസ് തന്നെ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു പല തവണയായി, പല വിവരങ്ങളായി. ഇപ്പോൾ ആ റെയ്ഡുകളൊക്കെ ഒന്നും മന്ദീഭവിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചും തത്വമയി ന്യൂസ് ഒരു വീഡിയോ വിശദമായി തന്നെ ചെയ്തിരുന്നു.
അപ്പോൾ ആ വിഷയങ്ങൾ നമ്മളോട് തെളിവായി പറയുന്നത്, തെളിവുകളായി നമ്മുടെ മുൻപിൽ വയ്ക്കുന്നത് ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റക്കാർ, അവരിലുള്ള അത്ര നല്ല ഉദ്ദേശമൊന്നുമില്ലാത്തവർ പലരും കേരളത്തിലുണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, അസാമിൽ നിന്നും പശ്ചിമ ബംഗാളിൽ നിന്നും അവിടുത്തെ മദ്രസകളിൽ നിന്നും നീളുന്ന കണ്ണികൾ, ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് നീളുന്ന കണ്ണികൾ, അവയിൽ ചിലത് കേരളത്തിൽ പെരുമ്പാവൂരോ ഈരാറ്റുപേട്ടയിലോ കൊല്ലത്തോ കരുനാഗപ്പള്ളിയിലോ വന്നവസാനിക്കുന്നവ ആയിരിക്കാം. അതിന് വെളിപ്പെട്ട് വരേണ്ട കാര്യങ്ങളാണ്. എന്തായാലും ഒരല്പം ഒരു സാധാരണ ദൈനംദിനം എന്ന വണ്ണം നാം കാണുന്ന കേൾക്കുന്ന മദ്രസാ പീഡനങ്ങൾക്കും അപ്പുറം ഒരല്പം കൂടി ഗൗരവമുള്ളൊരു വിഷയമാണ് അസാമിൽ ഗുവാഹത്തിയിൽ നടന്ന ഈ ഒരു മദ്രസാ പീഡനം. എന്തായാലും അമാനുൽ ഇസ്ലാം ഒരു തുടക്കം മാത്രമാണ്. ഒരുപക്ഷെ അയാളൊരു ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു വ്യക്തി മാത്രമായിരിക്കാം, ഈ ശൃംഖലയിൽ ഒരു കണ്ണി മാത്രമായിരിക്കാം, അപ്രസക്തമായൊരു കണ്ണി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിൽ നിന്ന് ഒരു തുടക്കം അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുകയാണ് എന്നാണ് നമുക്കറിയുവാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിൽ ഈ സംഭവം കൂടുതൽ വികസിക്കുന്നതിനനുസരിച്ച് കൃത്യമായ വിവരങ്ങൾ തത്വമയി ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ വിശകലനങ്ങളും വിശദീകരണങ്ങളും ആ വിഷയത്തിൽ ആ അവസരത്തിലാകാം. അതുവരെ ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുമായി കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.